എല്ലാരും സൈലന്റ് ആവണം, എല്ലാരും സൈലന്റ് ആവണം, എല്ലാരും സൈലന്റ് ആവണേ. അപ്പൊ എല്ലാരെയും പിന്നെയും തിരിച്ചു ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ ഇതേ സ്ഥലത്ത് കുറച്ച് നാൾക്ക് മുമ്പ് വിഷമം പറഞ്ഞു നിന്നിട്ടുണ്ട്. അവിടുന്ന് അന്ന് നമ്മുടെ കൂടെ പോയ ആൾക്കാരും കുറച്ചു പേരാണെങ്കിൽ പോലും തിരിച്ച് നമ്മളോട് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ബാലം തിരിച്ചു വന്ന്, എന്താ പറയാ, വാറ്റ് വന്ന്, അല്ലല്ല ഞാൻ പറയണ ഈ അവരുടെ ഞാൻ ഇത് പറഞ്ഞോട്ടാ, എടുത്ത് പറയട്ടാ. ബാലം തിരിച്ചു വന്നു, അതേപോലെ വാറ്റ് തിരിച്ചു വന്നു. ഇവരൊന്നും കുറച്ചു നാളായിട്ട് ഇല്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ രായൻ വന്നു, ഇറ്റാച്ചി വന്നു, അങ്ങനെ എല്ലാരും തിരിച്ചു വന്നു. നമ്മുടെ ആ ഒരു എനിക്ക് ഞാൻ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞുതരാം. എനിക്ക് ഇത് പറയണം, ഇത് ഈ അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്കൊരു ദിവസം മുമ്പ് രായന്റെ ഒരു വോയിസ് മെസ്സേജ് വന്നായിരുന്നു. രായൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, അണ്ണൻ നേരത്തെ പറയാറ് പോലത്തെ ഡ്രീം ടി വി ആയത് ഇത് ഞാൻ പോലും ഇവിടുന്ന് പോയ സമയത്ത് ഇത് റീബിൽഡ് ചെയ്തതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ അണ്ണൻ തന്നെ തരുക. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മെസ്സേജ് ഭയങ്കര എനിക്ക് സന്തോഷം ഉണ്ടായി. സത്യം പറയാലോ, എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എല്ലാരും നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ സിങ്കും സിനർജിയും ഇത് എത്തിക്കാൻ ഇതായിരുന്നു എന്റെ ടാർഗറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ എത്തി. ഞാൻ നേരത്തെ പോലെ അങ്ങനെ മെമ്പേഴ്സ് തമ്മിൽ അടിയാവുന്ന പോലും നിങ്ങളത് അന്നേരം തന്നെ പറഞ്ഞു തീർക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എന്താണോ മനസ്സിൽ കണ്ട ടി വി അതാണ് ഞാനിപ്പോൾ അച്ചീവ് ചെയ്തേക്കുന്നത്. സത്യം പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമുക്കിനി ഒരുപാട് പോകാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ജയവും തോൽവിയും ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. പിന്നീട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ വന്ന എല്ലാവരെയും എനിക്ക് സ്ലോട്ടിൽ ഇപ്പോൾ കറൻ്റ്ലി ഓരോ പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാടുകളുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ടൈം തരണം. അതിനനുസരിച്ച് നിങ്ങളെ സിറ്റിയിൽ എന്തായാലും നിങ്ങൾ ടി വിയുടെ പാർട്ട് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇടാം. അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചടയെന്ന് പറഞ്ഞ് എനിക്ക് ആരെയും എടുത്ത് മാറ്റാനും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡൗൺ ടൈമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന ആൾക്കാരെ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് പെട്ടെന്ന് മാറ്റിയിടുമ്പോൾ അത് അവർക്കും ഇതാവും, എല്ലാവർക്കും അതാവും. അപ്പം ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന രീതിയിൽ ഞാൻ മാക്സിമം നോക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേ ദിവസമായി ഒരുമിച്ചൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ. അപ്പം നമ്മൾക്കിന്ന് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പോവാം. അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ എത്ര പേരുണ്ട് മൊത്തം? അല്ല, റേഡിയോ എടുത്ത് നോക്കിയാൽ 23. റിക്രൂട്ട്മെന്റ് ഒന്നും അല്ല ഗൈസ്, റിക്രൂട്ട്മെന്റ് ഒന്നും അല്ല. അല്ല, അതിനു മുമ്പ് ചന്ദ്രബോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ചന്ദ്രബോസ് ഞാൻ പറയാൻ സ്ലോട്ടിൽ ഇല്ലാത്ത മറന്നും ഇവിടെ മാറ്റി പോകുന്നുണ്ടോ? വാറ്റ് വന്നിട്ടില്ല. പ്രത്യേകിച്ച് വസന്തം എപ്പ എത്തി? ഞാൻ കൊറേ നേരം കാത്തിരിക്കായിരുന്നു. അവിടെ പോണ്ട, ഇവിടെ നമ്മുടെ കോഹ്ലിയുടെ എന്താ സംസാരിക്കാണ്ടോന്ന് ഫുഡ് ഒന്നും മേടിച്ചിട്ട് പറഞ്ഞു. ഒറ്റ എന്നാ രണ്ടു വാക്ക് സംസാരിക്കാൻ രായനെ ക്ഷണിക്കുന്നു. റേഡിയോ 83. അത് റേഡിയോ അല്ല 83, 81 അല്ല 83. കേറാൻ പറ്റത്തില്ല. അതാ പറഞ്ഞേ, കോമൺ റേഡിയോ 83. സ്ലോട്ടിലുള്ളത് പറയാനൊരു മടിയാണ്. അതായത് നമ്മള് അങ്ങനെ ഇതുവരെ അങ്ങനെ ആരെയും മാറ്റി എത്തിയിട്ടില്ല. വന്ന ആരെയും ഇപ്പൊ ബാക്കിയാണെങ്കിൽ നമ്മൾ ഇന്നൊരു സത്യം അറിഞ്ഞു ഗോകുവിന്റെ. അപ്പൊ പക്ഷെ നമ്മൾ അവനെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മാറ്റി ഇറക്കുന്നില്ല. കാരണം ഇപ്പൊ അണ്ണു അങ്ങനെ അണ്ണൂര് കണ്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മള് അത് എന്താ പറയാ അത് കീപ്പ് ചെയ്ത് പോണത് ഒന്നാത്തെ. അപ്പൊ
എന്തായാലും ഗോകുവിന്റെ ആ ഒരു കാര്യം എല്ലാരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അവരെ അവരെ ചേർത്ത് പിടിക്കുക. ഗോകുവിന്റെ അറിഞ്ഞില്ല എന്തിനെ പറ്റി നീ പറയുന്നേ? ചോദിക്കല്ലേ വിഷമോ എനിക്ക് വിഷമോ വാസു ചോദിക്കല്ലേ അണ്ണത് അറിയണം അണ്ണ അറിയണം വേറെ ആരും അറിയില്ല. എന്തിനെ പറ്റിയാണ് പറയണമെന്ന് പറഞ്ഞേ. ഞാൻ ഗോകുവിന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കാര്യം നമ്മള് കാണുകയുണ്ടായി. വാസു ചോദിക്കണ്ട മതിയാക്കാൻ പറ പറയാൻ മടിയാണെങ്കിൽ പറയാൻ എന്നെ വിറ്റ് വാസു ചോദിക്കല്ലോ മറ്റേ സാധനം ഡ്രസ് മാറാൻ പറഞ്ഞല്ലേ? ഇത് വേറെ പ്യൂർ ആയിരുന്നു. ഇത് പ്യൂർ ചന്തി മാത്രം സാധനല്ലേ. അണ്ണാ ബാക്ക് ഫ്രണ്ട്. ചന്ദ്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടത് നിന്റെയാണ് കേട്ടാ. ഇല്ല 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 സത്യമായിട്ട് ഞാൻ കണ്ടായിരുന്നു ചന്ദ്ര. ഞാൻ കണ്ടായിരുന്നു. ഞാൻ സാറ്റലൈറ്റ് കണ്ടായിരുന്നു. പാസ്വേഡ് ഒന്നുമില്ല രണ്ടു വാക്ക് സംസാരിച്ചേ. അപ്പം ഗ്യാങ്കോസ് വന്നിട്ട് എല്ലാരും ഒരുമിച്ച് എന്നുവെച്ചാ മീറ്റിംഗ് അല്ലാണ്ട് നമ്മള് ഇടയ്ക്ക് ഇതേപോലെയൊക്കെ പണ്ട് കൂടാന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇനി തൊട്ട് ഇതേപോലെയൊക്കെ കൂടി കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അണ്ണ താങ്ക് യു. അണ്ണൻ തന്നെ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാരെയും വെച്ച് എല്ലാരെയും ഇപ്പൊ കണ്ട് നേരിട്ട് ബാക്കിയുള്ളവരും കൂടി വരണം. നമ്മൾ ഇതേപോലെ പഴയ പോലെ നമ്മളെ ഗ്യാങ് ഗ്രൂപ്പ് എല്ലാരും കൂടി ചേർന്ന് കുറച്ച് ചെറിയ കരയല്ല മുഖം തുടച്ച ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെല്ലാരും ഇപ്പൊ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ കുറെ പേര് ചെയ്യുന്നുണ്ടെന്നാ. പക്ഷെ എല്ലാരും ഇൻഡിവിജ്വൽ ആണെന്നേ ഉള്ളു. നമ്മളെല്ലാരും ഗ്രൂപ്പായിട്ട് ഇരുന്ന് ചെയ്യണം. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുവരണം. അത്രേ ഉള്ളു. ഓക്കെ അപ്പൊ എല്ലാരും അല്ലല്ലോ പറ അടുത്ത മാറ്റി പോകൂരെ ശരിക്കുന്നു. പറയാനൊന്നുമില്ല. അവൻ നിറഞ്ഞ മനസ്സിലിരിക്കുകയാണ്. വാസു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വാസു. എടാ നമ്മുടെ കൂടുതൽ സീനിയോറിറ്റി ഉള്ള ഒരു മെമ്പറാണ്. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അടുത്ത് കളയുകയാ. റെസ്പെക്ട് പിന്നെ വയസ്സിന്റെ കാര്യത്തിലല്ല എക്സ്പീരിയൻസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പൊ മീറ്റിംഗ് കുറച്ച് ഇംഗ്ലീഷ് വാസു രാഘവന്റെ പോൻ ഗോകു തിരുവനന്തപുരം പടി നമ്മളെ തിരുവനന്തപുര ഭാഷ കാച്ചി പിടി. എല്ലാവർക്കും ഞാൻ ഇപ്പൊ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പെരുത്ത് സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ പറ്റി. ഇങ്ങനെ കുറെ നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, പട്ടിപ്പടിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. ഇപ്പോഴാണ് ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയത്. പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാരും പിള്ളേർ എന്റെ അതേ വയസ്സ്. ഇപ്പോഴാണ് എനിക്കൊരു കൂട്ടായ്മയായിട്ട് തോന്നിയത്. എല്ലാരും ഞാൻ പറയാൻ വന്നെന്ന് പറഞ്ഞ വേറൊന്നുമല്ല. എല്ലാവർക്കും എനിക്കറിയാം പഠിക്കാനെല്ലാം ഉണ്ടെന്ന് അറിയാം, ആക്റ്റീവ് ആവാൻ പറ്റില്ലെന്ന് അറിയാം. കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ആ സ്ലോട്ട് ഞാൻ നോക്കിക്കോളാം. ഒന്നും അടിക്കണ്ട. പിള്ളേര് പഠിക്കാൻ പോകുന്നല്ലോ. ഒരു കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്. ഇറ്റാച്ചി എന്താ പറയണല്ലോ? ഇറ്റാച്ചി എന്താ പറഞ്ഞ കേട്ടില്ല. അതെ, എന്താന്ന് വെച്ചാണല്ലോ പുള്ളി ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, ആ പ്രായമല്ലേ, അപ്പൊ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല, നിങ്ങൾ മാറിക്കൊടുത്താൽ പുള്ളി നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ. സാക്ഷരതയിൽ ഈ സിറ്റിയിൽ വെച്ച് നോക്കുമ്പോ സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെയാണ്. എല്ലാരും പഠിച്ച് വലിയ ആൾക്കാർ. അമ്പത്തൂരിനെ വിളിച്ചിട്ട് സീക്വൻസിന്റെ സ്പെല്ലിംഗ് എന്താന്ന് ചോദിച്ചേ. അമ്പത്തൂര് മുന്നോട്ട് പറഞ്ഞേ. അമ്പത്തൂര് മുന്നോട്ട് പറഞ്ഞേ. അമ്പത്തൂര് മുന്നോട്ട് പറഞ്ഞേ. മുന്നോട്ട് ഒന്നാണ് ഒരു
ചന്ദ്രൻ ബി സീക്വൻസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. റേഡിയോ സംസാരിച്ചു 57 റേഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടാവും. പറയട്ടെ. ആൻസർ റേഡിയോ പറഞ്ഞത്. എന്താ പറയണ്ടേ? പറയണ ചന്ദ്ര. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ. എന്തിന്റെ ഇൻട്രൊഡക്ഷൻ? എന്റെ പേര് അമ്പത്തൂർ സിക്കം. സീക്വൻസിന്റെ സ്പെല്ലിംഗ് പറ. വാർച്ചാറ്റിൽ എന്താ കേക്കുന്നില്ല. പിയല് വാർച്ചാറ്റിൽ ഒന്നും ഇല്ലല്ലോ. പറഞ്ഞു വന്നത് സാക്ഷരതയിൽ മുന്നോട്ടുണ്ടെങ്കിൽ അപ്പൊ ചോര അതല്ല മിണ്ടാതെ മനസ്സിലായി സീക്രട്സിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. എന്താ ഇംഗ്ലീഷ് എനിക്കറിയാം. ഇനി ഇരിക്കത്തെ അവനെങ്ങാനും പറഞ്ഞില്ലെങ്കിൽ അടുത്ത് എന്നോട് ചോദിച്ച മൂച്ചില്ലേ എന്ത് പറഞ്ഞൊന്നും നമ്മളെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും കാണില്ല. ഇംഗ്ലീഷ് അറിയാലോ. എനിക്കൊന്നും കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞ് മാമാനെ ട്രൈ ചെയ്തു. തുണിയില്ലാതെ ഓടുന്നുണ്ടല്ലോ. എന്തെങ്കിലും നമ്മളൊന്നും പറഞ്ഞു നമ്മളെ ചൊറിഞ്ഞൊന്നും അല്ലല്ലോ ആരും. എന്തോടാ കേട്ടില്ല എന്താ പറഞ്ഞേ? രണ്ട് മാവന്മാർ കൊണ്ടുപോയ കഥയുണ്ടാണ്. ഒന്ന് പ്ലീസ് എടാ ഞാൻ പറഞ്ഞല്ലോ വാറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ മെമ്പറാണ്. പുള്ളിയെ അടുത്ത് ചോദ്യം ചെയ്യാനും കളിയാക്കാനും ആയിട്ടില്ല കേട്ടാ. അല്ലല്ല അപ്പം നമ്മളൊരു വെൽക്കം ബാക്ക് കൊടുക്കുകയാണ്. വെൽക്കം ബാക്ക് ബാല. അങ്ങനെ ലോങ് ടൈമിന് ശേഷം ബാലന്റെ തിരിച്ചുവരവ്. വെൽക്കം ബാക്ക് ടു DVA ബാല. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടിട്ട് പോയ നമ്മുടെ ബോബ് സ്റ്റാർ തിരിച്ചു വന്നിരിക്കുന്നത്. ബോബ് സ്റ്റാർ വെൽക്കം ബാക്ക്. ഇനി വള്ളി ടീമിലെ ഒരു മാമനും കൂടെ വന്നാൽ മതിയല്ലോ ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ ആരുമില്ലല്ലോ. വർഷങ്ങൾ ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന വേറെ ആരുമില്ലല്ലോ. ലീഗെ പറ്റി ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാർച്ചാറ്റിൽ എന്തിനാ കഴിച്ചു? വാർച്ചാറ്റൊന്നും ഇടണ്ട. അവന്മാര് വെന്നി വന്നായിരുന്നല്ലേ ഇന്നലെ? ചന്ദ്ര അപ്പോഴേ നമുക്ക് 26 പേരുണ്ട്. നമ്മള് 13 പേര് വെച്ച് 2 ടീം. ഒരു ടീമിനെ ഗോഗ് നയിക്കട്ടെ. ഇല്ല ഓജിയൊക്കെ നമുക്ക് എനിക്ക് വേണം. ഞങ്ങളുടെ കൂട്ടത്തിൽ വേണം. നീ വേണമെങ്കിൽ നയിച്ചോ വേറൊരാളെ. ഇല്ല ആൾക്കാരെ എടാ എല്ലാരും നിന്ന് ഞങ്ങളൊരു ടീം വിളിക്കാൻ പോണേ. എല്ലാരും നിന്ന് ഞങ്ങളൊരു ടീം വിളിക്കാൻ പോണേ. 2 ടീമേ. ഇവിടുന്ന് ആരെങ്കിലും ഓടിപ്പോയായിരുന്നോ? ഇല്ലല്ലോ. ആണോ? രായൻ എന്ത് ചെയ്യും? രായൻ വരാ. ഓക്കെ. അപ്പൊ ഞങ്ങൾ 2 ടീം വിളിക്കാൻ പോവാണേ. ഈ 26 പേരുണ്ട്. നമ്മള് 13 പേര് വെച്ച് ഒരു ടീമില് കേട്ടാ. അപ്പൊ ഞാന് അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിളിക്കാം. ഞാന് അല്ല ചന്ദ്ര നീ വിളി. ഞാൻ ഈ സിറ്റുവേഷനിൽ കുറച്ച് ആപ്റ്റിക്കാണ്. എന്നാ രായൻ. ഒരു ടീം എന്റെ ഒരു ടീം രായന്റെ. ഞാന് വാറ്റു കൂടി വിളിച്ചേ. ഞാൻ ചന്ദ്രനെ വിളിച്ചു. ഞാന് കണ്ണാപ്പി വിളിച്ചേ. ഞാൻ ബാലനെ വിളിച്ചു. ഞാൻ ഇറ്റാച്ചി വിളിച്ചേ. ഞാൻ ഇവിടെ ബോബിനെ വിളിച്ചു. ഇതിനകത്തൊരു
ഞാൻ ബോബോയെ വിളിച്ചേ ഞാൻ കൊച്ചിനെ വിളിച്ചു കൊച്ച് സ്നൈപ്പ് ഉണ്ടോ? സ്നൈപ്പ് സാവേജ് ഉണ്ടോ ഇവിടെ? ആണോ? സാവേജ് ഉണ്ടോ? സാവേജിനെ വിളിച്ചേ സാവേജ് ഇല്ല. വേറെ ഇറ്റച്ചി ആരും മന്ദാരത്തിനെ വിളിച്ചേ. ഗോകു ഇല്ല. ഗോകുണ്ട് അങ്ങനെ അത് കണ്ടില്ല. എടാ ഗോകു നീ ഇല്ലെന്നല്ലേടാ ഫുണ്ടേ പറഞ്ഞു എന്നോട്. എടാ നീ എപ്പ കേറി വന്നടാ? നീ ഇല്ലെന്നല്ലടാ എന്നോട് പറഞ്ഞേ. നീലിനെ വിളിച്ചു. നീലില്ലെങ്കിൽ വേറെ ആരാ? ഉണ്ട് അമ്പലത്തിലുണ്ട്. വില്ലൊക്കെ ഉണ്ടോ? വില്ലുമണി ഞാൻ ഇവരെ കണ്ടില്ലടാ. അല്ല ഞാൻ വേറെ പറയട്ടെ, നമുക്ക് ഒരാളെ ആവശ്യമുണ്ട്. ആരാന്ന് പറയട്ടെ? ഞാൻ കൂട്ടത്തില് കോച്ചുണ്ടോ? അപ്പുറത്ത് വിളിച്ചോ? അപ്പുകുട്ട അപ്പുകുട്ടനെ എഡിറ്ററല്ല, മനസ്സിലായ? അവൻ നമ്മുടെ മെമ്പറവൻ. വെടിയപ്പാണോ? സെറ്റാക്ക, എല്ലാം സെറ്റാക്ക. അപ്പുറത്തെ ടീമിലല്ലേ വെടിയപ്പാണ് തീരതാ നിങ്ങളൊക്കെ. അടുത്താരോ? നിങ്ങളാരെ വിളിച്ചേ? ഞങ്ങളെ വിളിയാണോ? ഞാൻ ഇലക്ഷൻ വിളിച്ചു. വാ. എടാ ആരൊക്കെയാ അവിടെ നിക്കുന്നേ? അതാരാ കണ്ണാടി വെച്ചേ? കീരി. എടാ നിന്നെ കണ്ടിട്ട് മനസ്സിലായത് പോലല്ലേ. വാ. എടാ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിന് ഒരു പേരിട്ടിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കാം. ഞങ്ങളോട് ആലോചിച്ചൊരു ഗ്യാങ്ങിന് പേരിട്ടിട്ട് വരാം. വാ. നമ്മുടെ ടീമായിരിക്കണം ഇന്നത്തെ ടീം, മനസ്സിലായ? നമ്മളെ അടിച്ചൊക്കെ കൊടുക്കാൻ പോവാണേ നമ്മള്. നമുക്ക് ഗ്യാങ്ങിന് നമുക്ക് നല്ലൊരു പേര് വേണം. ഒരു പേര് പറഞ്ഞേ. അല്ലല്ല, ഒരു ഷോർട്ട് ഫോം മതി. നമുക്ക് ടാഗ് ലൈൻ കൊടുക്കാം. മുട്ടാൻ തൂക്കാൻ മുട്ടും. അതാണ് ടാഗ് ലൈന്. ഞാന് ഫേസ് ക്യാം ഓഫ് ആക്കി ലൈവ് ചെയ്യുവാണ്. ഈ ലൈവ് ഞാൻ ഫേസ് ക്യാം അല്ല, ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോളാം കേട്ടോ. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കും. ലൈറ്റും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു എന്തോ പോലെ. ഞാൻ ഫേസ് ക്യാം ആണെങ്കിൽ കിടിലമായിട്ട് ചെയ്യാം. നമുക്കിത് കിടിലമായിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അല്ല നമ്മുടെ ഇത് പറ, പേര് ടാഗ് ലൈൻ ഇത് പറ. ഒരു ഷോർട്ട് ഫോം TV എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ 3 അക്ഷരം ഇല്ല, അങ്ങനെ വരണം.
നമ്മുടെ ഒരു മെമ്പർ പോയല്ലോടാ എടാ അവനൊരു ഇൻവേർട്ടർ പർച്ചേസ് ചെയ്തേരെ പെട്ടെന്ന് അതിന്റെ എമൗണ്ട് എത്ര പെട്ടെന്ന് അയക്കണേ. പോയി ഒരാളെ പർച്ചേസ് ചെയ്തോ. അപ്പുറത്തുനിന്ന് ഒരാളെ 50,000 രൂപയ്ക്ക് മേടിച്ചോണ്ട് അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പേരിന്റെ കാര്യത്തിൽ നമ്മള് BLS തന്നെ മതിയോ? അണ്ണ അത് അത് വേണ്ട നമുക്ക് വേറെ പേരിടാം. അമ്പിക്കുട്ടന്മാർക്ക് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എന്തിടാൻ പറ്റും? അമ്പിക്കുട്ടന്മാർ തന്നെടാ അത് പഴയ ഗ്യാങ് ഇവിടെ നമുക്ക് ലെഗസി ഉണ്ട് കേട്ടോ. ആലോചിക്കണം. എന്താടാ സിനിമയ്ക്ക് പോലും ഇത്ര വേണ്ടല്ലോ പേരടാ. അവര് തമ്മിലൊരു സിംഗില്ല, അതുകൊണ്ട് നമ്മള് വണ്ടി ഇറക്കണ്ടേ അണ്ണാ? വണ്ടിയൊക്കെ ഇറക്കണ്ടേ? വണ്ടി നമുക്ക് വണ്ടിയുടെ ഡിക്കിൽ മറ്റേ തലച്ചോറ് എങ്ങനെ? അണ്ണാ ഞാൻ ഓൾറെഡി പൊതിച്ചോറ് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കേക്കോ മൈക്ക് വന്നോ ഹലോ മൈക്ക് വന്നോ കേക്കാം മൈക്ക് പോയോ അതോ കേക്കാം? ഓക്കെ ഓൾ ഗുഡ് എനിക്ക് നോക്കട്ടെ എന്റെ മൈക്ക് അത് തന്നെയാണോ കിടക്കുന്നതെന്ന്. അത് തന്നെ. ഓക്കെ, ഇതിനെന്തോ ഈ മൈക്ക് മാറാറായി കേസ്. ഞാൻ മൈക്ക് പുതിയ എല്ലാരും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വാറ്റ് ഗോകുവാണ് നമ്മുടെ ലീഡർ. ഞാൻ കോ ലീഡറാണ്. എനിക്ക് കോ ലീഡർ ആയാൽ മതി. എനിക്ക് കോ ലീഡർ മതി. ഇതെന്താ ഇത്? ഓക്കെ, എല്ലാരും ലൈനായിട്ട് തലച്ചോറ് ഹാൻഡ് ഓവർ ചെയ്ത് പെട്ടെന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട്. അല്ലല്ല നിങ്ങളല്ല, ഞാൻ ഇവിടുത്തെ റേഡിയോയിൽ പറയാം. സോറി. പെട്ടെന്ന് വന്നേ. ഭാരം കുറച്ച് കൂടുതലാണ്. ഓക്കെ കൊള്ളാം. അണ്ണനറിയാനോ ഈ തലച്ചോറി തന്തലായി പറയാനോ വാവോ. ഇച്ചിരി കുറവാണ്, എന്നാലും വെച്ചോ. താങ്ക് യു സോ മച്ച്. അണ്ണ എന്റെ ഓൾറെഡി പൊതിച്ചോറായോണ്ട് കുറച്ച് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. തലച്ചോറില്ല. സോറി, അമ്മ വിളിക്കാൻ അറിയാം. ആണല്ലേ? നമ്മുടെ ഗ്യാങ്ങിന് നല്ല അസറ്റാണ്. വെരി ഗുഡ്. താങ്ക് യു അണ്ണ. വെരി ഗുഡ്. കരം കുറവാണല്ലോടാ. അത്ര ബുദ്ധിയെ എന്താ കേട്ടില്ല? എന്താ പറഞ്ഞേ? അതാണ് നമുക്ക് വേണ്ടത്. വാർ നോട്ടിട്ട് നമ്മൾ കൊടയടിക്കണം. ഓരോരുത്തരും മുമ്പിൽ താഴരുത്. ഒരിക്കലും മനസ്സിലായേ? ഒരിക്കലും മുന്നിൽ താഴരുത്. വെൽ, ഗുഡ് ജോബ് ഡ്രാഗൺ. ചുമന്ന സ്കാർഫ് ഇട്ടോരോ? അയ്യോ, അത് നമ്മുടെ ലീഡർ. എടാ മെനഞ്ഞാലത്തെ ലീഡർ അല്ല, ഇന്നിപ്പോ ലീഡറെ മാറ്റിയില്ല നമ്മള്. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് പോരാ. ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും സൈലന്റ്. ഇന്ന് ഇത് ആരാണ് മൈക്ക് ലീക്ക്? അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് തൊട്ട് പുള്ളിയാണ് നമ്മുടെ ലീഡർ. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. പുള്ളിയാണ് നമ്മുടെ ലീഡർ ഇന്ന് തൊട്ട്. ഓക്കെ, നമുക്ക് എപ്പോഴാണ് ട്രെയിനിങ് ട്രെയിനിങ് ഒക്കെ തരാം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. വാ, നമ്മുടെ ഗ്യാങ്ങിന്റെ പേരെന്താ? നമ്മുടെ ഗ്യാങ്ങിന്റെ പേരെന്താ? അവര് കുറച്ച് സാഗിലൊക്കെ വരുന്നത്. ഒരു സാഗിൽ നമ്മളൊരു ഡിസിപ്ലിനൊക്കെ പോകും.
ഇന്ന് ലീഡ് എന്താ ചെയ്യണ്ടേ? ഡമ്മിയായിട്ട് എന്താ മതി നമ്മളെ മുറികളല്ല. വൺ ഡേ ഞങ്ങള് വൺ ഡേ ആണ് ഞങ്ങള്. എല്ലാരോടും സംസാരിച്ച കേക്കത്തില്ല. എല്ലാരോടും സംസാരിച്ച കേക്കത്തില്ല. ലീഡർ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാൻ സംസാരിക്കട്ടെ ലീഡർ. ബ്രോ ഒരു മിനിറ്റ് ഞങ്ങൾ ലീഡറിന്റെ കാര്യത്തിലുള്ള കൺഫർമേഷൻ ബ്രോ ഒന്ന് കൺഫേം ചെയ്തില്ല. ഞാൻ കൺഫേം ആക്കിട്ട് ലീഡർ സ്ഥാനം തന്നുള്ളത് ശരിയാണ്. എടാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ലീഡർ സ്ഥാനം തന്നുള്ളത് ശരിയാ എന്ന് കരുതി എനിക്ക് സംസാരിക്കട്ടെ അവിടെ. അത് നിങ്ങള് ഞാൻ പറയട്ടോ, ഉണ്ടെന്ന് പറഞ്ഞില്ല എന്നെ ലീഡറാക്കിയത് ആണോ? ഇത് 1 വീക്ക് ആയോ? അയ്യോ അങ്ങനല്ല ഞാൻ പറയട്ടെ. മുത്തേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓക്കെ മാറ്റി സംസാരിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ മിണ്ടായിരിക്കാം. അതെ മറ്റോ വരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ പ്രശ്നമാണ്. അതിൽ വേറൊരുത്തം വെളിയിൽ നിർത്തുമ്പോൾ വരാം. നമ്മള് സെറ്റായി. എടാ എല്ലാവരും അലക്കല്ല. ഞാൻ സംസാരിക്കട്ടല്ലേ മുത്തേ? തീരുമാനിച്ചോ? സംസാരിക്കട്ടോ? സംസാരിച്ചു ലീഡറാണ്. പേര് പറ. ഞാനൊരു കാര്യം പറയട്ടെ മുത്തേ. നമ്മളൊരു കാര്യം പറയാം. അടിക്കൂന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കും. മനസ്സിലായ? ഞങ്ങൾ അടിക്കൂന്ന് പറഞ്ഞാൽ നല്ല പെരുന്നാൾ അടി അടിക്കും. നിൽക്കാറില്ല മുത്തേ. നിങ്ങളെ നിങ്ങൾ ഓൾറെഡി ഒരു വാരം തോറ്റിട്ടിരിക്കണല്ലേ? സത്യം മുഴുത്ത് വാരിയിരിക്കണം. എന്നിട്ട് കുറച്ച് നാണമെങ്കിലും കാണിക്കടാ മൊത്ത്. ഞാനൊക്കെ ഒരു കാര്യം പറയട്ടെ. നീയൊക്കെ പ്രീവാറും വാറും മാത്രമല്ല ജയിച്ചുള്ളൂ. ഇനിഷ്യൽ ആരാടാ ജയിച്ചേ? ഇനിഷ്യൽ നമ്മളാടാ ഇനിഷ്യൽ ജയിച്ചേ. 6 പേരുള്ളപ്പോഴാണ് നീയൊക്കെ വന്ന് അടിച്ചത്. പിന്നെ ആള് വന്നപ്പോ കണ്ടില്ല. പിന്നെയൊന്നും എന്തിനാണെങ്കിലും നമ്മുടെ ചെയ്താന്റെ അത്ര നിങ്ങൾ ഒരു വണ്ടി വരുന്നില്ല. മനസ്സിലായോ? എടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ കാര്യം പറയട്ടെ. ആ മെയിൻ ആയിട്ട് സംസാരിക്കുന്നില്ലേ? ആ മെയിൻ ആയിട്ട് സംസാരിക്കുന്നവര് പെണ്ണ് കേസ് വല്ലതും ഉണ്ടോ നോക്കിയത്? എനിക്ക് ഒരു ഗൂഗിൾ പേയിൽ 500 അയച്ചിട്ടുണ്ട്. എനിക്ക് വേണം അവന്റെ പെണ്ണ് കേസ് തന്നെ വേണം. അവന്റെ പെണ്ണ് കേസ് തന്നെ. വേറെ ഒന്നും വേണ്ട. ചെറിയ ഹാക്ക് അക്വിസിഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ആ മെയിൻ ആയിട്ട് ഫ്രണ്ട് ചെയ്ത് സംസാരിക്കുന്ന ആ കണ്ണാടി വെച്ചില്ല ചന്ദ്രൻ അവന്റെ പെണ്ണ് കേസ് എന്തെങ്കിലും കിട്ടുമോ നോക്കും. അവന്റെ പെണ്ണ് കേസ് എന്തെങ്കിലും കിട്ടുമോ നോക്കും. അവന്റെ വർത്താനം അവന്റെ ഇച്ചിരി കൂടുതലാണ്. അവനെ കൊടുക്കാതെ നമുക്ക് പിങ്ക് പൊട്ടിയുള്ള പയ്യനില്ല. ആ പയ്യന്റെ എന്തൊരു കേസില്ല. നോട്ട് ഗുഡ് ആർപി. നീ എന്ത് ഒരു കുഴപ്പമില്ല. ഗുഡ് ആർപി അല്ല. ഇന്ന് ഷോക ആർപിയാ. ഇന്ന് ഇതേ ഉള്ളു ഇവിടെ. ഇത് ആർപി ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് സ്പൂഫാണ്. ഇത് സ്പൂഫ് ആർപി ആണ്. എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് എൻജോയ് ചെയ്താൽ മതി. വാ നമുക്ക് ഇവന്മാരുടെ അടുത്ത് കഴിഞ്ഞ സിറ്റുവേഷന്റെ ഭയങ്കര അല്ലടാ ഇവന്മാര്. ഭയങ്കര എന്റെ ഒരു കിട്ടിയ സാധനം നമ്മള് 1 ഡേ അല്ലേ പറഞ്ഞത്. 5 മിനിറ്റിലല്ലേ 2 മിനിറ്റിലല്ലേ ഇവന്മാർ തീർത്തത്. അവന്മാരോട് 1 ഡേ ഫുൾ അടിക്കാൻ പറ.
എടാ ഞാൻ പറയണ അതൊന്നും അല്ല. ഇവന്മാര് നമ്മളെ അടിച്ച് തൂറ്റിച്ച് വെച്ചിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവറിനെ ഇവിടുത്തെ കാര്യം വെച്ച് അവരാഴ്ച നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കും. മനസ്സിലായോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാരെ നമ്മൾ ഇനി തൊട്ട് തോറ്റാലും മെസ്സ് അടിക്കുക. അപ്പൊ നമുക്ക് ജയിച്ചിട്ട് മെസ്സ് അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ജയിച്ചിട്ട് സംസാരിക്കാനിരുന്നാൽ നമ്മൾ ഊമയെ പോലെ ജീവിക്കണം ജീവിതകാലം മൊത്തം. അപ്പൊ നമ്മൾ തോറ്റാലും ജയിച്ചാലും എല്ലാം അതൊന്നും വേണ്ട. പക്ഷെ പെണ്ണേഴ്സിന്റെ കാര്യം മറക്കരുത് പെട്ടെന്ന്. ഞാനല്ലേ വേറെ സാധനം ചെയ്യാം. ഞാനേ വണ്ടി അണ്ണ വീഡിയോ വേണ്ട. നമുക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് വൈറ്റ് കോഫി കൊടുത്താലോ? ലൈവ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ ഞാൻ സെറ്റ് ആയിക്കോട്ടെ. അണ്ണാ നമുക്കൊന്നും അണ്ണാ നമുക്കൊന്നും ബ്രോ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ തിരിഞ്ഞിരിക്കുന്ന പിണക്കമാണോ നമ്മളോട്? നമ്മളിന്ന് തിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞ നിങ്ങൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. പുറത്ത് വലിച്ചു കൊടുക്കാൻ സംസാരിച്ചോട്ടെ. ഹലോ ലീഡർ തന്നെ സംസാരിക്കണമെന്നല്ലോ. ലീഡർ സംസാരിക്കണമല്ലോ. നമ്മള് സംസാരിച്ചോ. ലീഡർ പുള്ളിയാ. ബാക്കിൽ നിൽപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത് അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവോ. നമുക്ക് ഇത് അങ്ങനെ ഇങ്ങനെ ഇത് അധികമായിട്ട് ഇതാക്കാൻ താല്പര്യമില്ല നമുക്ക്. അല്ല സിറ്റുവേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് അറിയണം. ഒന്ന് അറിഞ്ഞിട്ട് മതി നമുക്ക്. വന്ന് ഇങ്ങോട്ട് ചൊറിഞ്ഞ് ഞാൻ എന്നാ സിറ്റുവേഷൻ പറയട്ടെ. ഞാൻ മുതുക്കിന്ന് പലേട്ടലോട്ട് വരുമായിരുന്നു. വരുന്ന വഴിക്ക് സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ വരുമായിരുന്നു. ഞാൻ മുതുക്കിന്ന് വരുന്ന സമയത്ത് ഈ വളവ് കഴിഞ്ഞ് അടുത്ത കഴിവ് വന്നപ്പോ അവിടെ ചായക്കട. ആ ചായക്കടയിൽ എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനപ്പോ അവിടെ കയറി ചായ കുടിച്ച് ഞാൻ അവിടുന്ന് ചായ കുടിച്ചിട്ട് ചായയുടെ ഗ്ലാസ് അവിടെ താഴെ വെച്ചു. എന്നിട്ട് ഞാൻ ചുണ്ടൊക്കെ തുടച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ അവിടുന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ്. അവിടെയാണ് എല്ലാവരും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ അവിടെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടുത്തെ പൈസ എല്ലാം കൊടുത്ത് സെറ്റിലാക്കി അവിടുന്ന് തിരിച്ചു വരുമായിരുന്നു. തിരിച്ച് വന്ന് അവിടോട്ട് പലയിടലോട്ട് വന്നപ്പോഴത്തേക്കിന് ടിവിയുടെ ഒരു വണ്ടി അതുവഴി ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തുകൂടെ നിങ്ങളുടെ ഒരു വണ്ടി നമ്മുടെ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തുള്ളൂ. പ്ലീസ് എനിക്കൊന്ന് ഞാൻ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കോ? ഞാൻ തലപോണ കേസാണെന്നോ അല്ലല്ലോ അതൊന്നും. അതിനിപ്പോ എന്താ? ഞാൻ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തന്നില്ല കേട്ടാ. ഞാൻ സിറ്റുവേഷൻ പറഞ്ഞുതരാം. സിറ്റുവേഷൻ ഞാൻ എന്തോ പറഞ്ഞുതരാം. സിറ്റുവേഷൻ അപ്പോഴാണ് നിങ്ങളുടെ ഒരു വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത്. നിങ്ങളുടെ വണ്ടി എന്റെ വണ്ടിയുടെ അടുത്തുകൂടി ഇങ്ങനെ പോയി. പക്ഷെ അവരൊന്നും ചെയ്തില്ല. അവരങ്ങ് പോയി. അവരൊക്കെ അത് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേര് അവിടെ സൈഡിൽ നിൽക്കുന്നത്. അത് കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് അവരെ രണ്ടുപേരെടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് അവരും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോയി.
ഇതാണ് സിറ്റുവേഷൻ. നിങ്ങൾ വന്ന് എന്നെ അടിച്ചു. ഓ ചുമ്മാ വന്ന് അടിച്ചാ? ചുമ്മാ വന്ന് അടിച്ചു. ഒരു റീസണും ഇല്ല. ഇവന്മാര് മാത്രം കള്ളം പറയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞ പേര് കള്ളന്മാര്. ശരി വാറ വിളിക്കട്ടെ. നമ്മുടെ കൂടുതലുള്ളവരുടെ കറണ്ട് പോയി. നമ്മുടെ പ്ലേസിലെ കൂടെ തന്നെ നമുക്കിത് കേട്ടിട്ടുണ്ട് ആവശ്യമില്ല. അവന്മാര് ചന്തി കാണിച്ചാൽ നമുക്ക് എഫർട്ട് പിടിക്കാം. എടാ അവർക്ക് കഴിവുണ്ട്. ഈ പറയണത് പോലെ നമ്മൾ അവിടെ പോയി കുണച്ച നല്ല അടി കിട്ടും. നമുക്കിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫാൻസ് നമ്മളിതെല്ലാം കണ്ടോണ്ടിരിക്കണം. നമ്മുടെ ഫാൻസിനെ നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോ എന്തെങ്കിലും പറഞ്ഞ് എസ്കേപ്പ് ആണോ? എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് പൈസ ഇറക്കിയാൽ മുല്ലപ്പെരിയാർ പൊട്ടിക്കാൻ പറ്റുമോ? അതാവുമ്പോ കേരളത്തിൽ മൊത്തം ഞാനേ കരഞ്ഞിട്ട് വീഡിയോ ഇടാം. ഒരു BGM ഒക്കെ ഇട്ടിട്ട്. ഇല്ല, അതൊന്നുമല്ല. ഞാൻ പറയട്ടെ, മൊത്തത്തിൽ കേരളത്തിൽ ബാധിക്കുന്ന എന്തെങ്കിലും നടന്നാൽ ആൾക്കാർ വിശ്വസനീയമാവുള്ളൂ. അതേ ഞാൻ പറഞ്ഞേ. മൊത്തത്തിൽ കറണ്ട് പോകും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹലോ, ആ പറ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എല്ലാ സിറ്റീസിനും 1000 രൂപ ഇറക്കാം. ഏത് ഇവരൊക്കെ നിക്ക് ഞാനേ ഒരു മിനിറ്റ്. ഞാൻ ഇവരുടെ കൂട്ടത്തിലെ മെയിൻ ഒരാളെ മാറ്റി നിർത്തിയിട്ടേ മറ്റേ പെണ്ണേഴ്സിന്റെ കാര്യം പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തും. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. നിങ്ങളുടെ കൂട്ടത്തിലെ മൂത്ത് 2 ആൾക്കാരൊന്ന് വരണേ. ഒന്ന് ജസ്റ്റ് 2 പേര് വരണേ. ബാക്കി എല്ലാവരും മാറിക്കണേ. മാറിക്കണേ. ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെ ഒരു ഡൗട്ടാണ്. ഈ മൂത്ത് നിൽക്കുന്നവരല്ല, നമ്മുടെ ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 പേര്. നമ്മള് 3 പേരുണ്ട്. വന്നു. കുറച്ച് കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തില് മൂത്തികൾ കുറച്ചുണ്ടല്ലോ. എല്ലാവരും പറയണേ. എടാ എല്ലാരോടും വരാടാ. 2 പേരും മാറി സംസാരിക്കട്ടോ. 1 മിനിറ്റ് താ വരുന്നു. അതെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേ. എന്താ കാര്യം? ഒരുപാട് താളം നിങ്ങളുടെ സൈഡിൽ നിന്ന് നന്നായിട്ട് കൂടുന്നു. കാരണം നമ്മൾ തല്ലുകൊള്ളുന്നുണ്ട്. അത് വേറെ കാര്യം. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അത് തിരിച്ചടിക്കാൻ എന്തായാലും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പെണ്ണേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. കാര്യമൊക്കെ ഓക്കെ, നമുക്കറിയാം. നമുക്ക് പെണ്ണേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടിന്യൂ? അത് അറിഞ്ഞിട്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുവാണോ? നീ ആരെ പേടിപ്പിക്കണേ? എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് കേട്ടാ നമ്മള് പേടിക്കോ? 2 മണിക്കൂർ ഉണ്ടാക്കി പോയാണെങ്കിൽ ഇതുവരെ എത്തിയോ? അതാദ്യം പറ. ബാംഗ്ലൂർ ഒരുത്തം പിടിച്ച് കയറിയല്ലേ? ഉത്തരപൊട്ടിയന്റെ എന്തായി തീരുമാനം? എന്തായി? ഞാൻ പറയട്ടെ, ഇവന്മാര് പെണ്ണേഴ്സ് പറഞ്ഞിട്ട് ഇവന്മാര് പേടിച്ചില്ലടാ. ഇങ്ങോട്ട് വിളിച്ച ഒരു PC-യും കുറച്ച് പൈസയും കൊടുക്കുന്ന ഞാൻ പറയട്ടെ ഈ വിൻസ്ട്രീക്ക് നമ്മളിപ്പോ ഇന്നലത്തെ 2 തല്ലുകളോട് കിട്ടി നോക്കി കഴിഞ്ഞാൽ അളിയാ വിൻസ്ട്രീക്ക് ആയിട്ടില്ല. 3-4 കളി തോറ്റിരിക്കുക. ഞാൻ ലീഡറിന് പറഞ്ഞു. ഞാൻ വല്ല എനിക്കിതൊന്നും പറ്റില്ല. എനിക്ക് ഈ ടീമൊന്നും എനിക്ക് പറ്റില്ല. ഇതിപ്പോ ആര് ലീഡർത്താരെ ഏറ്റെടുക്കും? ആരിലും ഒരാൾ ഏറ്റെടുക്കുവോ? ഇവിടെ നമ്മാരെന്തോ വരുന്നത് എനിക്ക് എടാ കണ്ണാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തായാലും അടിച്ച് ജയിക്കാൻ പറ്റൂല. ഇവന്മാര് പെണ്ണേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് പേടിക്കൊന്നുമില്ല. ഇനി എന്താ സൊല്യൂഷൻ?
ഡബിൾ മോഡ് അങ്ങ് ഓണക്കട്ടെ നമ്മള്. ഡബിൾ മോഡ് ആക്കില്ലേ? ഇപ്പഴും ആക്കില്ലേ? ഡബിൾ മോഡ് ആക്കില്ലേ? അതിനൊക്കെ ഒരു അവസരമുണ്ട്, നമുക്കൊരു അവസരമുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഡബിൾ മോഡ് ആക്കരുത്. അബദ്ധത്തിൽ പോലും കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ വരെ 1 മണിക്കൂറിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡബിൾ മോഡ് ഓഫ് ഹെൽമെറ്റ് എടുത്ത് വെച്ചോ. അല്ലല്ല, ഇത് കൂട്ടുകാരെ ഡിറ്റക്ട് ചെയ്യൂല, ഇത് കൂട്ടുകാരെ ഡിറ്റക്ട് ചെയ്യൂല. അയ്യോ നമ്മുടെ ലീഡറെ വെടിവെക്കാറുണ്ടല്ലോ. ഞാൻ കാര്യം പറയാം, ഈ ഭീഷണിയിലൊന്നും അമ്മമാര് വീണില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബോംബ് ഇടണം. ബോംബാ? ഏറ്റിട്ടുണ്ട്. അല്ല, ഇവന്മാരുടെ നിങ്ങൾ ഐഡിയ ഷെയർ ഇവന്മാരുടെ വാ അടപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി നന്നാക്കണം. അണ്ണാ എന്റെ ഒരു വണ്ടി ഇട്ട് പരുത്താൻ. നമ്മള് തെറിയൊന്നും പറയരുത് മുത്തേ, നമ്മള് തെറിയെന്ന് പറയുന്നത്. നമ്മൾ അവരെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. സത്യല്ലേ? നമ്മള് സത്യം പറഞ്ഞ മുത്തേ, നമ്മൾ തെറി വിളിക്കേണ്ട എന്ത് ആവശ്യമുണ്ടോ? അവന്മാരെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ തെറി കാര്യങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. സത്യം. പക്ഷേ തന്തയ്ക്ക് പറക്കാത്തവന്മാരാണ്. അണ്ണ പെണ്ണ് ചെടിയാണ് 7000 ഓരോരുത്തരും സംസാരിക്കടാ, ഒന്നും കേൾക്കൂലടാ. അല്ലെങ്കിൽ പ്രശ്നത്തിനൊന്നും പോണ്ട മുത്തേ, വേറെ പ്രശ്നത്തിനൊന്നും പോണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം നോക്കി പോയാൽ മതി. പക്ഷെ തന്തയില്ലാത്തൊരു മെറ്റൊക്കെ ഞാൻ എന്റെ താഴോട് ഇത് മൈരേന്നൊക്കെ വീടെന്ന് പറഞ്ഞു. അതിപ്പോ തെറ്റാണോ? നിങ്ങളൊരു പറ മുത്തേ, നിങ്ങളൊരു തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരു തെറ്റല്ല, ഒരിക്കലും എടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടത്തില് ഒരുത്തൻ ഒരു പെണ്ണിന്റെ അടുത്ത് തന്തലായി പറഞ്ഞിട്ട് അവനെ വെളിയിൽ ഇരുത്തിയേക്കുക. നമുക്ക് എന്ത് ക്യാമ്പയിൻ ചെയ്തിട്ടും അവനെ കൊണ്ടുവരണം. മനസ്സിലായോ? നമുക്ക് പ്രഗ്നൻസി വിട്ടാലും ഫൈനൊക്കെ ഇട്ടാലും വേണ്ട. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവനെ കൊണ്ടുവരാം. അല്ല, അവൻ തിരിച്ചു വരാതെ നടക്കൂല. അവൻ തിരിച്ചു വരണം. അവനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. എടാ, അവൻ ഇന്നലെ അല്ലേ അത് ചെയ്തത്? ഇന്നലെ എന്ന് പറയുമ്പോ പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് ഇന്നലെ അല്ലായിരുന്നു, അത് ഇന്നലെ ആയിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് പറയാം, അതാ നല്ലത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർ വിശ്വസിക്കും. കിട്ടില്ല. നമ്മുടെ അപ്പാപ്പനെ സെല് ചെയ്തിട്ട് അവരപ്പനെ ബൈ ചെയ്താൽ. ഞാനൊരു കാര്യം പറയട്ടെ, അവരുടെ അപ്പാപ്പനൊന്നും അങ്ങനെ ടോയ്ലറ്റ് കഴിവാനൊന്നും പോയിട്ടില്ല. നമ്മുടെ അപ്പാപ്പനൊക്കെ ഡെയിലി കഴിയുന്നതാ. അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് പുള്ളി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും വരില്ല. അമ്മ വിളിക്കുന്നുണ്ടോ? നമ്മൾ പേടിച്ചു. നമ്മുടെ ലീഡർ മാറിയ കണ്ണാണ് ലീഡർ. കണ്ണ മുന്നിൽ കയറി സംസാരിക്കും. കണ്ണൻ ജസ്റ്റ് വന്നേ. കണ്ണൊന്ന് എനിക്കൊരു സജഷൻ ഉള്ളതെന്ന് വെച്ചാണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തില് കുറച്ച് RP പ്ലേയേഴ്സ് കുറച്ച് പേരുണ്ട്. അവരെ ഒന്ന് കിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് PvP ആൾക്കാരെ എടുക്കണം. അത് ഞാൻ ഓക്കെ. ഞാൻ 1000 രൂപയ്ക്ക് അപ്പുറത്ത് ഒരാളെ പിടിക്കാൻ പറ്റും, നമുക്ക് പിടിക്കാം. അതൊരു പ്രശ്നമില്ല. ഹലോ, എന്റെ ഒരു വണ്ടി ഉണ്ട്. ഞാൻ തത്സമയത്തിന്റെ ഓഡിയൻസ് എടുത്തൊന്നും സംസാരിച്ചിട്ട് വരാവേ, ഒരു മിനിറ്റ്. നമ്മുടെ നമ്മൾ പുറത്ത് അങ്ങനെ ഒന്നും ഹേറ്റ് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ അടുത്ത് ആരടുത്തും ഹേറ്റ് ഒന്നും ഇല്ല. പുറത്ത് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമ്മളെല്ലാരും ഡിസ്കസ് ചെയ്ത് OC ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് ഇതാക്കി വെച്ചിരിക്കുക. OC അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങള് ചാറ്റിലുള്ളവരൊക്കെ അല്ലല്ല, ഞാൻ തത്സമയം കാണുന്ന ആൾക്കാരുടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറഞ്ഞത് എന്റെ ഒരു സജഷൻ കേൾക്കണം. ഞാൻ എന്റെ വായനൊരു OC വീട് ഞാൻ ഇത് നിർത്തുവാണ്. നമുക്ക് സംസാരിക്കാം. നീ വെളിയിൽ ഇതല്ലല്ലോ പറഞ്ഞേ.
കിക്ക് ഡെസ്ട്രോ നമുക്ക് നല്ല RP പ്ലെയർ വേണം. സെറ്റാക്കല്ലേ ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഇനി കറക്റ്റ് ആയിട്ട് ഇതാക്കാം. എല്ലാവരും ആളിക്കല്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ ലീഡർ മാറി. പുള്ളിയാണ് കണ്ണൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഞങ്ങളുടെ പുതിയ ലീഡർ. കണ്ണൻ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ ആര് ലീഡർ ആവണമെന്നൊക്കെ. ശരിയായ കൺവേർട്ടർ ആണ് കേട്ടോ ബ്രോ. നിങ്ങൾ നല്ലതായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. കൊള്ളാലോ, നല്ല കൺവേർട്ട് ചെയ്യാണല്ലോ. നല്ലേ നമുക്ക് ഈ ഓസിയും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ബാക്കി ഒരു പെണ്ണേഴ്സ് ഉണ്ട്, അതിനെയൊക്കെ പിങ്ക് മുടിയുടെ പെണ്ണേഴ്സ് ഉണ്ട്. ഒന്ന് സംസാരിക്കണേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ നിന്റെ ഒരുത്തനെ പിടിച്ച് ഇവിടെ കക്കൂസ് എവിടെ പോയിരുന്നു നിന്റെ വീര്യം? ഈ പഞ്ചായത്ത് ടൂർണമെന്റ് കളിക്കാൻ നമ്മളെ കാശുള്ളവർ കാശ് ഇറക്കും ഇറക്കാതൊക്കെ ഇരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. പർച്ചേസ് ചെയ്ത് നമ്മള് അതെ അതെ എന്നെ എടുക്കണ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഒരു ബൂട്ട് ക്യാമ്പ് ഒരു PC കുറച്ച് അരി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നമ്മളെ വീട്ട് അപ്പുറത്ത് പോയടാ. അണ്ണാ ഇതിൽ വേറെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് 100 ബാർ സ്റ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു കീബോർഡ് കിട്ടുമെന്ന്. ചെയ്താലേ 100 കീബോർഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടുത്തെ ആ രായ എന്ന് പറഞ്ഞ് മുന്നിക്കുന്നില്ല. അവൻ ഭയങ്കര കൺവേർട്ടിങ് ആണ്. അവൻ പറഞ്ഞു ഇവന്റെ മെയിൻ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവനൊരു ക്വാളിറ്റി ഉണ്ട്. ഇവന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞുതരാട്ടെ. ഇവൻ സത്യം പറഞ്ഞ ആൾക്കാരെ ഇംപ്രസ് ചെയ്ത് കളയും. ഇവൻ അങ്ങനെ ഒരു ഇതുണ്ട്. ഇവൻ അങ്ങനെ ഒരു കഴിവുണ്ട്. പ്രത്യേക ഒരു ഞാനൊരു കാര്യം പറയാം. ഒരു വർഷം സമയം തന്ന PC-യുടെ റാമെങ്കിലും മേടിച്ചു തരാം. ഒരു വർഷം. പിന്നെ ഓരോന്നും നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മേടിച്ചു 4 മാസമായി പെട്ടെന്ന് ഇതാക്കരുത്. മനസ്സിലായ? മറ്റേ ഗ്രൂപ്പ് ഇട്ടില്ലായിരുന്നു ഒരു സംഭവം എന്നോട്. ഗ്രൂപ്പ് ഇട്ട് അണ്ണന് വിഷമായിരുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് പറഞ്ഞ ഒരു പെണ്ണേഴ്സ് സ്കീമൊക്കെ ഞാൻ പതുക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. 7,000 രൂപ കൊടുത്താൽ മതി. 7,000 രൂപ വേണോ? ഒരു പെണ്ണേഴ്സിലൂടെ ഒരു 3,500 രൂപ തരാൻ പറയടാ. അണ്ണാ ഒരു 7,000 അവന് 7,000 ഒക്കത്തുള്ളൂ. ഞാൻ മുന്നേ നിർത്തി സംസാരിക്കാം. നമ്മുടെ കൂട്ടത്തിനുണ്ട് കുറ്റബോധം ഉണ്ടോ? ഇവർ ബ്രെയിൻ ചോദിക്കുന്നു. എന്റെ ഇല്ലാത്ത കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. തിരിച്ചു കൊടുത്തേ. അത് നമ്മുടെ ആരെന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുത്തേ. ഓ മൈ ഗോഡ്, ഇതിലൊരു പറഞ്ഞു കൊടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഒരുത്തനും വരൂല. ഇവിടെ ഒരുത്തനും പർച്ചേസ്
എടാ ഇത് പർപ്പസ് ഉണ്ടാക്കിയല്ല, മനസ്സിലായോ? അമ്മടുത്ത് പറഞ്ഞേക്കാൻ പറ്റില്ല. എല്ലാവരും മൊട്ടരായ മൊട്ടരായ നമ്മുടെ ടീമിൽ 5-6 പേര് ചത്തോണ്ട് ഞാൻ ഇറങ്ങണേ. എനിക്ക് MNS ടൂർണമെന്റ് ഉണ്ട്. ഹലോ ഇവന്മാരെ ഓടി രക്ഷപ്പെട്ടോ. തല്ലാനുള്ള കഴിവ് എന്തായാലും നമുക്കില്ല. പക്ഷെ വണ്ടി മേടിക്കണം. വേണ്ട ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. എന്തും അറിയാത്ത പോലെ ഇരിക്കും. നമ്മള് സേഫ് സോണില്ല. നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. സേഫ് സോണില്ല. നമുക്ക് MNS എടുക്കാം. ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും പോയി രണ്ടുപേരെ വീടും ചെയ്ത് വന്നാ ഒന്നും നോക്കില്ല. ഇനി ഞാൻ പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേക്ക്. എടാ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം വന്നേ. ഇല്ലണ്ണ ഒരു ഹോസ്റ്റ ഉണ്ടെന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ട്? ഇല്ല വേണ്ട നമ്മുടെ ഹോസ്റ്റലോ? ഞാൻ കാര്യം പറയട്ടെ. നമ്മുടെ ഹോസ്റ്റൽ നമുക്ക് സിറ്റിയിൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയി നമ്മൾ സിറ്റി കാണാത്ത രീതിയിൽ എങ്ങനെയും പെട്ടെന്ന് എന്തെങ്കിലും സെറ്റ് ചെയ്തേ. ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ പറഞ്ഞ കേൾക്കണല്ലേ? ഹലോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് തൂറും. പിന്നെ ഉറപ്പ് അമ്മമാരൊക്കെ പ്രാന്തന്മാരുടെ അമ്മമാർത്തൊക്കെ ചെന്ന് ഇങ്ങനെ അടിച്ച് കയറ്റി തരൂലേ അവന്മാര്. നമുക്ക് ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസിന്റെ മുമ്പിൽ അവമാനപ്പെടേണ്ടി വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് FRP വലിക്കാം. ഈ FRP വലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും അത് കിട്ടും. അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് അവരെ വെളിയിൽ ഇരുത്തിക്കോളാം. നീ മണ്ടനാണാ ഊമ്പിത്തരം നമ്മളാ ചെയ്തത് നമുക്കറിയാലോ. പക്ഷെ നമ്മളത് ഒരിക്കലും ബക്കറ്റിയുള്ളവരെ കൊണ്ട് പറയിക്കരുത്. നിനക്കൊന്നും അറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഇത് അവരുടെ സെർവറാ, മനസ്സിലായ? ഒരു മിനിറ്റ് മറ്റേ വിളിക്കുന്ന ഹലോ ബ്രോ. അതെ ബ്രോ നമ്മുടെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തേ. അതാണ് ലീഡറെ 32ാമത്തെ ലീഡറിനെ ഹോസ്റ്റൽ എടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ വേറെ ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? ഹലോ ഉപയോഗമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് വിചാരിക്കില്ല ആളെ ഇവിടെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. ബ്രെയിനില്ലാത്ത അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചെയ്യാനുണ്ടോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ 32ാമത്തെ ലീഡറിനെ അവര് ഹോസ്റ്റേജ് എടുത്ത്. എനിക്ക് ഇങ്ങനെ നാണം കെടാ വയ്യടാ. നാണം കിട്ടും മടുത്തടാ. ഡബിൾ എന്ത് ചെയ്യാനാ? നമുക്ക് ഇത്രയും പറ്റത്തല്ലോ. ഓ അത് ചെയ്യാം. വേണ്ട അതിപ്പോഴേ വേണ്ട. അത് പറയാം, സമയമില്ല. ഹലോ വലിച്ചൂരിക്കോ മാക്സിമം പോയ 30 ദിവസം. അല്ല ഞാൻ ഒരു കാര്യപ്പെട്ടെ. ഞാൻ ഹോസ്റ്റൽ നിങ്ങൾ മറ്റേ MNSന്റെ പഞ്ചായത്ത് ടൂർണമെന്റ് ഇല്ലേ, മറ്റേ തരങ്കടിയിലുള്ള അതിന് ടൂർണമെന്റ് കയറിക്കോ. ഞാൻ ഹോസ്റ്റൽ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ശരി അത് കുഴപ്പമില്ല, പറഞ്ഞു കേക്ക്. ഹലോ വലിച്ചൂരട്ടെ. നമുക്ക് വെളിയിൽ കുനിഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഇത് നോക്കാം. പക്ഷെ ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് മാസം അടിക്കണം. നിങ്ങളുടെ കാര്യം അവരെ വിളിച്ച് എന്തോ കേട്ടില്ല.
സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തോടാ കൈമുക്കി ഹലോ ഹലോ ബ്രോ സിറ്റുവേഷനെ അല്ല അവിടുന്ന് ബാക്കിയുള്ളവരെല്ലാം സംസാരം കേൾക്കാം അതൊന്നും മിണ്ടായിരിക്കാൻ പറയോ ബ്രോ നമ്മളെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണേ സിറ്റുവേഷൻ നിങ്ങളെ ലീഡർ 37 ലീഡറാണ് ബ്രോ നമ്മളെ ആളില്ല ബ്രോ നമ്മളെ ആളില്ല നമ്മളിവിടെ സിറ്റിയിൽ ഇന്ന് വരാൻ ആളില്ല എന്നത് കണ്ടതിന്റെ പ്രശ്നമാണോ അത് നിങ്ങൾ അതെ നമുക്ക് എംഎസ്ന്റെ ഒരു ടൂർണമെന്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് പോകണ്ട വന്ന് അവർക്കെല്ലാം അവരെല്ലാം വെളിയിലോട്ട് പോയി നമുക്ക് ആളില്ല ഞാൻ പറഞ്ഞില്ലേ ഡ്രോപ്പ് ആക്കിയെന്ന് പിന്നെ ഇനിയിപ്പോ എന്താ നിങ്ങളിങ്ങനെ പ്രശ്നം ബ്രോ നിങ്ങൾ സിറ്റുവേഷൻ ബ്രോ അതെ ഞാൻ പറയുന്നു സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തു ബ്രോ അപ്പൊ നിങ്ങളുടെ ലീഡറിന് വിലയില്ലേ ഞാൻ ഊമിത്രം കാണിച്ചു വരെ വന്ന് അണ്ണ വിളിക്കുന്നത് ലീഡർ നീ എന്ത് ഫിയറില്ലാതെ ഊമിത്രം കാണിച്ച് എത്തി അത് മതി ആ മൊട്ടരായനില്ലേ ആ മൊട്ടരായനുണ്ടല്ലോ അവനൊക്കെ നല്ല കൊടുക്കണം എടാ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ വേറെ ആരുടെയും വേണ്ട ഈ പിള്ളേരുടെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഈ മൊട്ടരായന്റെ എന്തെങ്കിലും പെണ്ണേഴ്സ് കിട്ടണം എന്തെങ്കിലും കിട്ടണം അവന്റെ ഒരു തൊലിയുണ്ട് അവന്റെ തൊലി കേട്ടിട്ടില്ലേ കക്ക എന്ന് പറഞ്ഞ തൊലിക്കും അവന്റെ ആ തൊലി നിർത്തണം അണ്ണാ ഞാൻ പറഞ്ഞില്ലേ 7,000 ബിരിയാണിയും കൊടുത്ത ആള് പറയും ആള് ഇൻഫോർമേഷൻ അവന്റെ കിട്ടുവോ മൊട്ടരായിട്ട് കിട്ടുവോ അവന്റെ അണ്ണാൻ പറഞ്ഞ 5,000 കൊടുത്ത് അവന്റെ കൂട്ടത്തിലുള്ളവരെ വിളിച്ചു തരും 7,000 നമുക്ക് പോയി സംസാരിക്കാം അണ്ണൻ പഠിപ്പിച്ചുള്ള എല്ലാ തന്തേരാളികളും കാണിച്ചാണ് ഞാൻ RPO കാണിക്കാൻ ഇങ്ങനെ എത്തിയത്. നമുക്ക് അവസാനമായിട്ട് ഇത് പോയി വൈൻഡപ്പ് ചെയ്യാൻ എന്ത് പറയാൻ പറ്റും? നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കാനാണ് താല്പര്യം, നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം പറയാം. താല്പര്യം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് അവന്മാരൊക്കെ കണ്ടെടുത്ത് ഇല്ല അടിക്കൊന്നും വേണ്ട, നമുക്ക് ഫ്രണ്ട്ലി ആവാന്ന് പറഞ്ഞിട്ട് നമുക്ക് പോരാ. ഞാൻ മൊട്ടരായന്റെ കാനാന്ന് പറയട്ടോ. ബ്രോ എനിക്ക് റാമൻ തരൂ ബ്രോ. റാമ് ഒരു വർഷ സമയമില്ല തരാം. അരമണിക്കൂറായില്ലേ ഇവിടെ അവരെ പെണ്ണീസുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 7,000 രൂപ കൊടുത്ത് അവിടുത്തെ ആള് തന്നെ പറയും, അത് മതിയല്ലോ, അത് തെറ്റില്ലേ? 7,000 രൂപ മോനെ ടിവിനെ അടിക്കണം. അടിച്ചിരിക്കണം, ആരേലും അയച്ചു കൊടുക്ക്. നമ്മുടെ ലീഡറിനെ നമ്മളും തല്ലോടാ. മറുപടികളൊക്കെ ഇനി ആർപ്പിക്കകത്താണേ, ഓർത്ത് വെച്ചോ. അതുകൊണ്ടാണ് വാ 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 വാ. പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യം. സമാധാനത്തോടെ പറയണമെന്ന് കേൾക്കണം. അതെ, ഒന്ന് സംസാരിച്ചു. ഹലോ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് ഹോസ്റ്റ് എടുത്തത്. നമുക്ക് ഡ്രോപ്പ് ആക്കാൻ താല്പര്യം ഇല്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഡ്രോപ്പ് ആക്കാണ് ശരിക്കും. ഞാൻ സമ്മതിക്കത്തില്ല, എന്നെയല്ല ഹോസ്റ്റ് എടുത്തേ. ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളതായിരുന്നു പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് തൽക്കാലം ഈ സിറ്റുവേഷൻ ഇവിടെ വിടുക.
നമ്മളിവിടെ വിടാൻ പറ്റൂല. അതങ്ങനെ ശരിയാവും. ഇല്ല നമ്മൾ 17 മിനിറ്റ് വരും. അതിനുള്ളിൽ നമ്മൾ വാർ വിളിക്കും. നിങ്ങൾ ഈ വാറൊക്കെ അടിക്കാതിരിക്കുന്ന കാര്യം എന്തിനാണ്? നിങ്ങളെ കൂട്ടത്തിൽ നമുക്ക് ബുദ്ധിയില്ല, കഴിവില്ല. ഞങ്ങളെ സത്യാവസ്ഥ പറയാൻ പോവാണേ. നിങ്ങൾ കളിയാക്കരുത്, നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണേ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ കളിക്കാൻ അറിയാവുന്ന കുറച്ച് പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്താ ഇവനോട് പറഞ്ഞു. ഇവൻ പറഞ്ഞ് ഇവന്മാരൊക്കെ കിടിലോ. അതെ, ഇവന്മാര് പറഞ്ഞ് ഇവൻ കിടിലോ, മറ്റവൻ കിടിലോ, ആ പച്ചമുടിയൊക്കെ പറഞ്ഞല്ല നീലമുടിയൊക്കെ പറഞ്ഞ വെടിവെപ്പിന് ആശാനാണെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്റെ ഗതികേടനാണ് ഞാൻ ഇവന്മാരെ എല്ലാം പറക്കി എടുക്കുകയും ചെയ്ത് സിറ്റിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ തല്ലും കൊണ്ട് ഒരു തരത്തിലും പറ്റാത്ത രീതിയിലെത്തി. ഇനിയിപ്പോ എനിക്ക് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒന്നാമത് തോറ്റ് നിൽക്കുക, ഞങ്ങളിപ്പോ തോറ്റ് തൂറി നിൽക്കുക. ഞങ്ങൾക്ക് വീണ്ടും അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, മറ്റേ ബാൻ വാങ്ങി പുറത്തിരിക്കില്ലേ, അവനെടുത്ത് അകത്ത് അവൻ ആ റിമോട്ടിന്റെ മോഹല്ലേ, അവൻ വന്നാൽ നമ്മളെല്ലാരും അടിച്ചിട്ടില്ല. അവനെ കേട്ട് അടിക്കാൻ പോവാം. അത് എന്തെങ്കിലും വാർ വിളിയടേ. ഇതൊക്കെ ഞങ്ങൾ വെളിയിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അടിക്കുന്ന മാസല്ലേ. ബ്രോ വേണ്ട, രായൻ മതി. അടിക്കാൻ താല്പര്യമില്ല. നമ്മളാരെ അങ്ങനെ വിളിക്കില്ല. ഗാങ്ങിലുള്ള പർച്ചേസ് ചെയ്യാൻ നോക്കണമെന്നുണ്ട്. നമ്മളാരെ അങ്ങനെ വിളിക്കണില്ല. എന്തൊക്കെ പറഞ്ഞാൽ അടിക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങളിനി എന്തൊക്കെ ട്രിഗർ ചെയ്താലും നമുക്ക് അടിക്കാൻ താല്പര്യമില്ല. ഇത് പറഞ്ഞു പോയിട്ട് നാളെ വന്ന് വേറെ പറയരുത്. ഇല്ല നട്ടുള്ളവരാടാ നമ്മള്, നിന്നെ പോലെ വാക്ക് മാറ്റില്ല. വേണ്ട സീകെ വേണ്ട. അല്ലല്ല, ഇതിനകത്ത് ബാംഗ്ലൂർ വണ്ടി 2 മണിക്കൂർ കൊണ്ട് എത്തുമോ? നമ്മുടെ വണ്ടി ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളവരല്ലാതെ ബാക്കിയുള്ളവരൊന്നും ഇറങ്ങണേ. ഞങ്ങളുടെ ബാക്കിയുള്ളവർ ഇറങ്ങണേ. അപ്പുക്കുട്ടൻ ഒന്ന് വന്നേ. നമ്മളെന്തായാലും നമ്മള് മുമ്പേ മൊത്തത്തിൽ അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മള് തിരിച്ചു വരും, നമ്മളെ ടാർഗറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടാക്കണം. ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ തന്നെ ഇത് ഉണ്ടാക്കണം. നമ്മളെ ടാർഗറ്റ് ചെയ്യുക. മറ്റേ സരി 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 പാട്ടില്ലേ, അതിട്ട് വേണം തുടങ്ങാൻ. അതിട്ട് തുടങ്ങിയിട്ട് ഇല്ല ശേഷം നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഗോഡ് ഫാദറിനെ പിടിച്ച് ആടി തരേ. അതാക്കിയിട്ട് ഇന്ന് തന്നെ ഒരു ഇമോഷണൽ സാധനം കണ്ടാൽ നമ്മുടെ ഹേറ്റേഴ്സിന് പോലും കണ്ണീന്നും സാധനത്തിൽ നിന്നൊക്കെ വെള്ളം വരണം. പക്ഷെ നമ്മള് ജയിച്ചില്ലല്ലോ. ഇല്ല, ജയിക്കണ്ട, വീഡിയോ ഇറക്കിയാ മതി. ജയിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇമ്പാക്ട്. അപ്പൊ നാളെ നമ്മൾ പൊട്ടിയാലോ? ഇന്ന് നാളെ പൊട്ടിയാലോ? നമ്മൾ ഈ വീഡിയോ ഇറക്കുന്നു. ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്. നമ്മൾ ഈ വീഡിയോ ഇറക്കുന്ന ദിവസം തന്നെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അതിനല്ലേ നമ്മൾ വൺ ഡേ ആഡ് ചെയ്യുന്നേ. അതാവുമ്പോ എന്തെങ്കിലും ഒരു ദിവസം ജയിക്കുമ്പോ ഈ മെസ്സ് അടിക്കാം. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വീഡിയോ നാളെ തന്നെ. എടാ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ എല്ലാവരും നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും പ്ലീസ് നോട്ട് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും നോക്കിയേ. നമ്മൾ തോറ്റാൽ കണ്ടന്റ് വരും.
എന്ന് വെച്ചാ നമുക്കിത് അവിടെ ഈ വെളിയിൽ കുറെ പേജുകളുണ്ട്. ഇറ്റാച്ചി എഡിറ്റ്സ് വെളിയിൽ കുറെ പേജസ് ഉണ്ട്. അങ്ങനെ ഇറ്റാച്ചി എഡിറ്റ്സ്, മന്ദാരം എഡിറ്റ്സ് ഇതിനകത്തൊക്കെ ഇവന്മാരുടെ മെസ്സ് വരും. ഈ മെസ്സ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി തൂറി മെഴുകണം. മനസ്സിലായോ? കമന്റ്സിൽ പോയി ഒരു ഇതില്ലാത്ത പോക്കൃത്തിനൊക്കെ പറയണം കേട്ടാ. എല്ലാരും അത് കീപ്പ് ചെയ്യണം. ഇല്ല വേണ്ട അത് വേണ്ട അത് നമുക്ക് വേണ്ട. അവ കൺവേർട്ട് ചെയ്യാം. അവ കറക്റ്റ് കൺവേർട്ട് ചെയ്യാം. കള്ളൻ ഈ പിങ്കുടിയല്ലേ ഇപ്പൊ ഒരു വർഷം കൊണ്ട് 10 ഗ്യാങ് കയറിയവനെ ഇപ്പൊ മറുകണ്ട് ചാടി ഒരു വർഷം കൊണ്ട് 10 ഗ്യാങ് കയറിയവനാണ്. എനിക്ക് ഹലോ ഇവിടെ 5000 MS ഗെയിം ക്യാപ്ചർ ആക്കട്ടെ. ദിവസമായി വന്നിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ഒന്നും കിട്ടും ചെയ്തില്ല. ബൂട്ട് ക്യാമ്പും ഇല്ല. മന്തിയെങ്കിലും വാങ്ങിച്ചു തന്നൂടെ? സത്യം കുറച്ചും കൂടെ PvP പ്ലസ് കൊണ്ടുവരണം. കൺവേർട്ടിങ് അറ്റ്ലീസ്റ്റ് മന്തിയെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരണം. എന്തായത് വിട്ടാരെ നാളെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. എല്ലാവരും വരണ കേട്ടോ. എല്ലാവരും വരണ. നാളെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇനി വേറെ ആളെ കിട്ടുന്ന ഒരു ഗുണയില്ല. ബ്രോ ഞാൻ T47 നീലിനെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ അവൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ കഴിവില്ലാത്ത ഗ്യാങ്ങിൽ അവന് കളിക്കാൻ താല്പര്യമില്ല. അവൻ അവിടെ കയറാനാണ് താല്പര്യം എന്നാ പറയണേ. അവനെ എന്ത് ചെയ്തിട്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റണല്ല. അവന്റെ ഒരു പെണ്ണേഴ്സ് കണ്ടുപിടിച്ചാലോ ഒന്നാ. ആദ്യം പീഡിയായിട്ടുള്ള കൺസൈൻമെന്റ് ചെയ്യണം. അതാണ് അതിന്റെ ചലഞ്ച് വന്നിട്ട് പുതിയ ചലഞ്ച് വന്നിട്ട് 2 ഗൈഡ് ആക്കി കഴിഞ്ഞാൽ 2000. ഗുഡ് ഐഡിയ. PC കിട്ടുന്നത് ഞാൻ നോക്കിയാണേ. PC വിളിച്ചു 2 ഗൈഡ് വാഗ്ദാനം മാത്രം കറണ്ടാവുന്നു നോക്കണേ. എന്റെ ബ്രെയിൻ കാണാൻ പറ്റില്ല. സത്യല്ലേ? പക്ഷേ ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. രായന്റെ അടുത്തൊക്കെ നമുക്ക് നല്ല റെസ്പെക്റ്റാ. രായനെ എന്ന് വെച്ചാൽ രായനല്ലടാ, അവിടുത്തെ രായനല്ലടാ. അത് അവിടെ കുറെ കണ്ടികളുണ്ട്. കണ്ടികളാണ് നമ്മുടെ കൂട്ടത്തിലും കണ്ടികളുണ്ട്. പക്ഷെ അത് ഞാൻ അതങ്ങനെ പറയാൻ പറ്റൂലല്ലോടാ. എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിലാണ് കണ്ടികളുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. രായനൊന്നും അല്ലടാ. ഈ കണ്ടികളാണ് ഇവരുടെയൊക്കെ പേര് കളയുന്നത്. അതാണ് പ്രശ്നം. ഈ കണ്ടികളാണ് പേര് കളയുന്നത്. കുഴപ്പമില്ല. ചാറ്റില് WL ഒന്നും ഇടണ്ടായേ. ആ ചാറ്റില് W ഒന്നും ഇടണ്ട, L ഒന്നും ഇടണ്ടായേ കേട്ടാ. ആ വൺ ഡേ അത്രേ ഉള്ളൂ വൺ ഡേ. ഗ്യാങ്ങിന്റെ കാര്യമെല്ലാം ഉത്തരവാദിത്തത്തോടെ നോക്കണം. ഇനി ഇത് മാത്രമേ എനിക്ക് ജീവിതത്തിൽ ഓപ്ഷൻ ഉള്ളൂ. കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു ഷോർട്ട് സ്ട്രീം ആയിരുന്നു ഇതൊരു RP സ്പൂഫായിട്ട്. ഇപ്പൊ കറന്റ് സെനാറിയോയിലെ സ്പൂഫായിട്ട് മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും കാണണ്ട. വേറെ നമുക്കങ്ങനെ ആരോടും ശത്രുതയൊന്നുമില്ല. നമ്മള് ഇതാക്കാം. അപ്പം നാളെ തൊട്ട് നമ്മള് നമ്മുടെ RP സ്ട്രീം തുടങ്ങുകയാണ്. ഇതിന്റെ അപ്പുറത്തോട്ട്
ഇനി ഇവന്മാര് ഇപ്പം നമ്മൾ ചെയ്തത് അതേപടി കോപ്പി അടിച്ച് തിരിച്ചു ചെയ്യും. അത് വേറെ കാര്യം. അത് വിട്ടോ. ഇതിന്റെ അപ്പുറത്തോട്ട് നമ്മള് ഇനി ഈ ലൂപ്പിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവരത്തില്ല. നാളെ തൊട്ട് നമ്മുടെ